ബൈബിളിൽ മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ തന്നിട്ടുണ്ട്. അന്ത്യകാലത്തിൽ വലിയ അളവിൽ വഞ്ചനകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതം ക്രിസ്തുവിന് കൊടുക്കണം, ക്രിസ്തുവിനെ അറിയണം. എങ്കിൽ മാത്രമേ കാലഘട്ടത്തെ വിവേചിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ സത്യമെന്ന് പറയുന്നത് വെറും കുറേ ഇൻ്റലക്ച്വലായിട്ടുള്ള നോളജ് മാത്രമല്ല, കുറേ അറിവ് കുത്തി നിറയ്ക്കുക എന്നുള്ളതല്ല. സത്യം വരുന്നത് തന്നെ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുമ്പോഴാണ് സത്യം നമ്മുടെ ഉള്ളിൽ വരുന്നത്. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായ എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. സത്യമെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഒരു വ്യക്തിയാണ്, അല്ലാതെ കുറച്ച് ഇൻഫർമേഷൻ, അറിവല്ല. യേശുവിനെ അറിയുക എന്ന് പറയുന്നതാണ് സത്യത്തെ അറിയുക. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നാണ് യേശു അവകാശപ്പെട്ടത്. അപ്പോസ്തലനായ പൗലോസും കണക്ട് ചെയ്ത് പറയുന്നുണ്ട് കൊളോസ്യർ 2:2-4 വരെയുള്ള വാക്യങ്ങളിൽ. അതായത് ക്രിസ്തുവിനെ അറിയുമെങ്കിൽ ഇപ്രകാരമുള്ള വഞ്ചനയിൽ നിന്ന് നമുക്ക് സംരക്ഷണമുണ്ടാവും. കാണുക, അന്ത്യകാല വഞ്ചനയ്ക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന സാങ്കേതിക വിദ്യ, വോയിസ് ടു സ്കൾ ടെക്നോളജി, AI-യും ബൈബിൾ പ്രവചനവും എന്ന സന്ദേശം നമ്മുടെ ചാനലിൽ. അത് കാണുവാൻ താഴെ കാണുന്ന ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.